ഈ പ്രധാനപ്പെട്ട 30 സൂചികകളാണ് പരിഗണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു 9 ഇനങ്ങളിലാണ് കേരളം ഒന്നാമത് എന്നൊരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചു. തൊട്ടു പിന്നിലുള്ള ആന്ധ്രയ്ക്ക് 5 ഇനങ്ങളിലാണ്, 5 സൂചികകളിലാണ് ഒന്നാം സ്ഥാനം, ഗുജറാത്തിന് 2 സൂചികകളിൽ എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ ഈ 9 സൂചികകൾക്കപ്പുറത്തേക്ക് നമ്മൾ ഇനി വരാനിരിക്കുന്ന അടുത്ത ഈ റാങ്കിങ്ങിൻ്റെ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ടുള്ള ഭാവിയിൽ വ്യവസായ രംഗത്ത് കാണുന്ന നേട്ടങ്ങൾ, ഇപ്പോൾ വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം, അതും വ്യവസായ മേഖലയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നടപ്പിലാക്കുന്ന, പ്രകൃതി സൗഹാർദ്ദമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അടക്കമുള്ള മേഖലകളിൽ ഇനി വരാനിരിക്കുന്ന വലിയൊരു കുതിപ്പ് നമ്മൾ പ്രതീക്ഷിക്കണോ മിനിസ്റ്റർ? അതിന് നമ്മൾ റാങ്കിങ് കാണേണ്ടത് നേരത്തെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ 4 കാറ്റഗറിയായി. കാറ്റഗറിയിൽ റാങ്ക് പറയുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ ഈ കാറ്റഗറി 4 തന്നെയാണ് ഇത്തവണ കണ്ടത്. ടോപ്പ് അച്ചീവേഴ്സ്, അതാണ് ഏറ്റവും ഉയർന്ന കാറ്റഗറി. ആ കാറ്റഗറി നിശ്ചയിക്കുന്നത് മൊത്തം പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ 95% മുകളിൽ മാർക്ക് കിട്ടിയവരാണ് ഈ ഏറ്റവും ടോപ്പ് അച്ചീവേഴ്സായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ആ പട്ടികയിലേക്ക് ഈ 95% മുകളിൽ മൊത്തം പരിഷ്കാരങ്ങൾ മാറ്റം വരുത്തുകയും 95% മുകളിൽ നമുക്ക് ഫീഡ്ബാക്ക് ലഭിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ടോപ്പ് അച്ചീവർ പട്ടികയിൽ ഈ സംസ്ഥാനങ്ങൾക്കൊപ്പം വന്നു. അതിൽ ഏറ്റവും കൂടുതൽ കാറ്റഗറിയിൽ ടോപ്പ് അച്ചീവർ ആരൊക്കെയാണ്? അപ്പോൾ അതിലാണ് നമുക്ക് 7, 2, 9 എണ്ണത്തിൽ ഈ ടോപ്പ് അച്ചീവർ പട്ടിക 95% കൂടുതൽ വന്ന സംസ്ഥാനങ്ങളിൽ 9 എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കേരളമാണ്. 5 എണ്ണത്തിൽ ആന്ധ്രാപ്രദേശ്, 3 എണ്ണത്തിൽ ഗുജറാത്ത്, ചില സംസ്ഥാനം 2 എണ്ണം, ചിലത് 1. അങ്ങനെ ഈ 30 എണ്ണത്തിലും നമ്മുടെ 9ഉം ഇവരുടെ 14, 16 കഴിഞ്ഞാൽ പിന്നെ 9, 5, 14, 3, 17 കഴിഞ്ഞാൽ പിന്നെ ചില സംസ്ഥാനം 2 ഉണ്ട്, 1 ഉണ്ട്. അങ്ങനെ 30ലും ഒന്നാം സ്ഥാനത്ത് വന്നിട്ട് ആളുകളുണ്ട്. അതിൽ നമ്മളിപ്പോൾ 9 എണ്ണത്തിലേക്ക് എത്തി. ഇനി നമുക്ക് ഇത് നിലനിർത്തുക, മുന്നോട്ട് കൊണ്ടുപോകലാണ് പ്രധാനപ്പെട്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ പങ്കാളിത്തം, നമ്മളിപ്പോൾ 1 ലക്ഷം ഒരു സംരംഭം എന്ന് തുടങ്ങിയത് ഇപ്പോൾ 3ാം വർഷത്തിലേക്ക് എത്തി. 2 വർഷവും 5 മാസവും കഴിഞ്ഞപ്പോൾ 2,80,000-ലധികം സംരംഭങ്ങളും 18,000 കോടി നിക്ഷേപവും 6 ലക്ഷത്തിലധികം തൊഴിലും MSME മേഖലയിലുണ്ടായി. അതിന് നമുക്ക് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടർ എന്ന പ്രധാനമന്ത്രിയുടെ അംഗീകാരം ലഭിച്ചു. വ്യവസായ വകുപ്പിന് അഖിലേന്ത്യാ തലത്തിൽ യൂണിയൻ ഗവൺമെൻറ് ലഭിക്കുന്ന ചരിത്രത്തിൽ ആദ്യത്തെ അംഗീകാരമായിരുന്നു അത് MSME സെക്ടറിലായിരുന്നു. ഇപ്പോൾ പൊതുവെ വ്യവസായ രംഗത്തിൽ നമുക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. നമ്മുടെ വ്യവസായ നയത്തിൻ്റെ മോട്ടോ തന്നെ നേച്ചർ, പീപ്പിൾ, ഇൻഡസ്ട്രി, പ്രകൃതി, മനുഷ്യ, ജനങ്ങൾ, വ്യവസായം, ഇതാണ് നമ്മുടെ മോട്ടോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ MSME നോക്കിക്കഴിഞ്ഞാൽ 80,000-ലധികം സ്ത്രീ സംരംഭകരാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. സ്ത്രീ പാർട്ടിസിപ്പേഷൻ, നമ്മളിപ്പോൾ കേരള ബ്രാൻഡ് മാർക്കറ്റിന് വേണ്ടി കേരള ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്, നന്മ എന്ന പേരിൽ. അത് ക്വാളിറ്റിയോടൊപ്പം എത്തിക്സും നോക്കുന്നുണ്ട്. അതിനകത്ത് പ്രോട്ടോക്കോളിൽ ഒരു കാറ്റഗറി വുമൺ പാർട്ടിസിപ്പേഷൻ വർക്ക് ഫോഴ്സിൽ എത്രയുണ്ട് എന്നുള്ളത് ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങനെ പ്രകൃതിക്കും നമ്മുടെ ജെൻഡർ ഈക്വാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ച് ക്വാളിറ്റിക്കൊപ്പം തന്നെ അത്തരം കാര്യങ്ങളിൽ കൂടി കേന്ദ്രീകരിക്കുന്ന ഒരു വ്യവസായ നയമാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. കേരളത്തിലിപ്പോൾ വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നുണ്ടോ, അവിടെ 1 ലക്ഷം കോടി വരുന്നുണ്ടല്ലോ, അവിടെ 5000 ഏക്കറിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് വെറുതെ താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് സാധ്യമാകുന്നത് അവിടെ നമ്മൾ കേന്ദ്രീകരിക്കണം. നമുക്ക് സാധ്യമാകുന്നത് സ്ഥലം അധികം ആവശ്യമില്ലാത്ത, പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാൻ ഇടയില്ലാത്ത, നമ്മൾ ഇക്കോളജിക്കലി വളരെ ഫ്രജൈലാണ്, അവിടേക്ക് അനുയോജ്യമായിട്ടുള്ള വ്യവസായങ്ങളാണ് കേരളത്തിന് സാധ്യമായിട്ടുള്ളത്. നമ്മുടെ പൊട്ടൻഷ്യൽ എന്നുള്ളത് ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഇപ്പോൾ നമ്മൾ വലിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇവിടെ തുടങ്ങിയാലും അവിടെ പണിയെടുക്കുന്ന ആളുകൾ മിക്കവാറും മൈഗ്രൻ്റ് ലേബറായിരിക്കും. പിന്നെ ഓട്ടോമേഷനാണ് ആ മേഖലയിൽ വരുന്നത്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നിടത്തും ഇൻവെസ്റ്റ്മെൻറ്റും തൊഴിലും തമ്മിലുള്ള അനുപാതം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. എന്നാൽ ഈ ഓട്ടോമേഷനിലേക്ക് വരുന്ന റോബോട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അവനെ നിയന്ത്രിക്കുന്ന AI-യിൽ നമുക്ക് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുമോ? മനുഷ്യൻ്റെ എക്കാലത്ത് ആവശ്യമായ മെഡിക്കൽ ഡിവൈസ്, അതിൽ നമുക്ക് മുന്നേറാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ മൊത്തം ടേൺ ഓവറിൻ്റെ 20% സംഭാവന ചെയ്യുന്നത് കേരളമാണ്. ലോകത്തിൻ്റെ സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ ഹബ്ബ് കേരളമാണ്. ഒരിയോറസിൻ മേക്ക് ചെയ്യുന്നതിൻ്റെ കമ്പനികളിൽ ഒരു 60% കേരളത്തിലെ കമ്പനികൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ നമ്മൾ 22 പ്രയോറിറ്റി സെക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് 3 4 സെക്ടറിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് സിറ്റിയായി പാലക്കാടിന് അംഗീകാരം ലഭിച്ചു. അതിൽ കാണേണ്ടത് നമ്മുടെ 50% നമ്മൾ മുടക്കി കഴിഞ്ഞു. ചരിത്ര വേഗതയിൽ നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് വൻ കുതിച്ചുചാട്ടം ഈ സാധ്യതകളെല്ലാം ഉപയോഗിച്ചുണ്ടാക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചാൽ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും.